അബ്ദുൽ കലാം കൊച്ചിയിൽ ഒരു മരം നടാൻ വേണ്ടി കുമ്പിട്ടപ്പോ പോക്കറ്റിൽ നിന്ന് പേന വീണ്. പെന്ന് നന്നാക്കാൻ ഇത്ര ആൾക്കാരോ? ഞങ്ങൾ എന്നുള്ളത് തൃശ്ശൂരിലെ പെൻ ഹോസ്പിറ്റലിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെൻ ഹോസ്പിറ്റൽ കാണുന്നത്. നമുക്ക് തന്നെ ചോദിച്ചു നോക്കാം, ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എവിടെ നിന്ന് കിട്ടി സത്യത്തില്? അതെന്താന്ന് വെച്ചാല് ഫാദറായിട്ട് തുടങ്ങിയതാണ്. ഫാദർ കൽക്കട്ടയിൽ ഇത് പഠിച്ചത്. അത് കഴിഞ്ഞ് 79 തൊട്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു പോകുകയാണ്. പേന ശരിയാക്കാനായിട്ട് ഫാദർ എന്ന് ഇങ്ങനെ വിചാരിച്ചു, കേരളത്തിന്റെ മധ്യത്തില് തൃശ്ശൂരായിട്ട് ഇടാം, അപ്പൊ ജനങ്ങൾക്ക് വന്ന് പോവാനുള്ള സൗകര്യം. ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുള്ള പേനകളൊക്കെ ഉണ്ട് ചില ആൾക്കാർ കൊടുത്തിട്ട്. അവരുടെ സന്തോഷമാണ് ചേട്ടന്റെ സന്തോഷം. അതെ അതെ. ഇപ്പൊ ഇന്ദിരാന്തിയുടെ പേനയൊക്കെ ഫാദർ ശരിയാക്കിയിട്ടുണ്ട്. കൊച്ചി മഹാരാജാവിന്റെ ഫാദർ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ അബ്ദുൽ കലാമിന്റെ പേന ശരിയാക്കിയിട്ടുണ്ട്. അബ്ദുൽ കലാം വന്ന് എന്താ വെച്ചാൽ കൊച്ചിയിൽ ഒരു മരം നടാൻ വേണ്ടി കുമ്പിട്ടപ്പോ ആളുടെ പോക്കറ്റിൽ നിന്ന് പേന വീണ് പിന്നെ ഫംഗ്ഷൻ ചെയ്യാണ്ടായി. പ്രൈവറ്റ് സെക്രട്ടറി കൊണ്ടുവന്ന് ശരിയാക്കി. വേറെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുള്ളത് അതിവിടെ സാഹിത്യ അക്കാദമിയിലുള്ള വൈശാഖൻ, സാറാ ജോസഫ്, പുരുഷൻ കടലുണ്ടി. സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ള സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ളവരാണ് കൂടുതലും വരുന്നത്. അസുഖമായി വരുന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ട്രീറ്റ്മെന്റ് ചെയ്യാൻ. ഒരിക്കലും ശരിയാക്കാൻ പറ്റാതിരിക്കുന്ന നിങ്ങളുടെ പേനകൾ നിങ്ങൾ പെൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. സ്ഥലം വരുന്നത് പാലസ് റോഡ് കല്യാൺ സിൽസിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് പെൻ ഹോസ്പിറ്റൽ. അപ്പൊ അടുത്ത കിടിലൻ വീഡിയോ കാണുന്നവരെ ബൈ.